എട്ടാം കാര്യം അവസാനത്തിലെ 2 കാണ്ഡങ്ങളെ പറ്റിയാണ്. അതിൽ യുദ്ധകാണ്ഡം വളരെ പ്രധാനപ്പെട്ടതാണ്. രാമലക്ഷ്മണന്മാരും ഹനുമാനും വാനരപ്പടയും കൂടി സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ അവർ കടൽ കടക്കേണ്ടതുണ്ട് അവർക്ക്. അപ്പോൾ രാമൻ്റെ പേരെഴുതിയ ഉരുളൻ കല്ലുകൾ കടലിലോട്ട് ഇട്ടുവെന്നും അത് പൊങ്ങിക്കടന്നുവെന്നും അതുവഴി അവർ ലങ്കയിലെത്തിയെന്നും പറയുന്നു. അതാണ് ഇപ്പോൾ കാണുന്ന രാമസേതു. അങ്ങനെ അവരവിടെ എത്തുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധം ചെയ്യുന്ന സമയത്താണ് രാവണൻ്റെ മകനായ ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് ലക്ഷ്മണസ്വാമി ബോധം കെട്ട് വീഴുകയും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഹനുമാൻ മരുത്വാമല കൊണ്ടുവരുന്നതും ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ യുദ്ധം ചെയ്യുന്നു, രാവണനെ വധിക്കുന്നു, സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരുന്നു. അഗ്നിശുദ്ധി വരുത്തിയാണ് സീതാദേവി തിരിച്ച് ലങ്കയിൽ നിന്നും തിരിച്ച് അയോധ്യയിലേക്ക് എത്തുന്നത്. അവിടെയാണ് യുദ്ധകാണ്ഡം അവസാനിക്കുന്നത്. ഉത്തരകാണ്ഡത്തിൽ പറയുന്നത് അഗ്നിശുദ്ധി വരുത്തിയെങ്കിലും രാമന് സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. സീതാദേവി വാത്മീകിയുടെ ആശ്രമത്തിലാണ് അഭയം പ്രാപിക്കുന്നത്. അവിടെ വെച്ച് അവർ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയാണ് ലവകുശന്മാർ. പിന്നീട് ലവകുശന്മാർ കൊട്ടാരത്തിലെത്തുകയും വാത്മീകി മഹർഷി രചിച്ച രാമായണ കഥ പറയുകയും അങ്ങനെ രാമൻ തൻ്റെ മക്കളാണ് അവരെന്ന് തിരിച്ചറിഞ്ഞ് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമ്പോൾ സീതാദേവി അന്തർദാനം ചെയ്താണ് രാമായണം അവസാനിക്കുന്നത്.